ഈ വീഡിയോ ഈക്വലൻസ് ക്ലാസ് എന്നുള്ള ഒരാശയം അവതരിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് എന്നാൽ എന്ത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞ വീഡിയോയിൽ ഈക്വലൻസ് റിലേഷനെ കുറിച്ച്. ഈക്വലൻസ് റിലേഷൻ എങ്ങനെയുള്ളതായിരിക്കണം? റിഫ്ലക്റ്റീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇങ്ങനത്തെ റിലേഷൻസിന് മാത്രമേ ഈക്വലൻസ് റിലേഷൻ എന്ന പേര് തരൂ. അപ്പോൾ ആ ഈക്വലൻസ് റിലേഷന് മാത്രമേ എന്താകാൻ പറ്റൂ? ആ ഈക്വലൻസ് റിലേഷൻ്റെ ഉള്ളിൽ മാത്രമേ എന്ത് പറ്റൂ? ഈക്വലൻസ് ക്ലാസ് ഉണ്ടാകാൻ പറ്റൂ. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് എന്നുള്ള ആശയം ഈക്വലൻസ് റിലേഷൻ എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുമായി മാത്രമേ ബന്ധമുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഒരു ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ അതിനെ ക്ലാസ്സുകളായി ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ക്ലാസ് സെറ്റ്, ഒരു വ്യത്യസ്ത സെറ്റുകളായി തിരിക്കുക ഇതിന്. അപ്പോൾ അതിനാണ് പറയുന്നത് ഈക്വലൻസ് ക്ലാസ് എന്ന്. അപ്പോൾ അതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വിഷയം മനസ്സിലാക്കണം വെച്ചാൽ ചില കാര്യങ്ങൾ മുമ്പ് പഠിച്ചതെന്ന് ഓർക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, എ ബി എന്ന അംഗം, ഓർഡേർഡ് പെയർ എ ബി എന്നത് ആർ എന്ന റിലേഷനിൽ അംഗമാണെങ്കിൽ ഈസ് എൻ എലമെന്റ് ഓഫ് ആർ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്, നമുക്ക് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? എ ഈസ് റിലേറ്റഡ് ടു ബി, എ ഈസ് റിലേറ്റഡ് ടു ബി, എ ഈസ് റിലേറ്റഡ് ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എ ഈസ് റിലേറ്റഡ് ടു ബി അണ്ടർ റിലേഷൻ ആർ. ഈ റിലേഷൻ ആർ വഴി ഒരു ബന്ധമുണ്ട് ഏത് തമ്മിൽ? എയും ബിയും. എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് പറയാൻ പറ്റും. അതിനെ ഇങ്ങനെ എഴുതാൻ അർത്ഥം, ആൻഡ് റൈറ്റ് എ ആർ ബി. എ ആർ ബി എന്ന് എ റിലേറ്റഡ് ടു ബി, എ റിലേറ്റഡ് ടു ബി അങ്ങനെ എഴുതാം. അപ്പം ഇത് ഈ റിലേഷനെ സൂചിപ്പിക്കാനുള്ള നൊട്ടേഷനാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഈക്വലൻസ് ക്ലാസ് മനസ്സിലാക്കാൻ ഇത് കുറച്ച് സഹായിക്കും നമുക്ക്. അപ്പം എ ആർ ബി എന്ന് പറഞ്ഞ ആശയമുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാം നിങ്ങളെ. അപ്പോൾ നമുക്ക് ഇനി ഈക്വലൻസ് ക്ലാസ് എന്താണെന്ന് പറയാം. വലിയൊരു ഡെഫിനിഷനൊക്കെ ഉണ്ട്, അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇത് കാണാപ്പടം പഠിക്കേണ്ട കാര്യമല്ല. പക്ഷെ ഈ അടിയിൽ പറഞ്ഞ ഈ കാര്യമുണ്ട്, അത് കാണാപ്പടം പഠിച്ചാൽ നന്നായിരിക്കും. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇതെന്തെന്ന് പഠിക്കുക, എന്നിട്ട് ഇത് പഠിച്ചാൽ മതി. ഇത് ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് മറക്കേണ്ട, ഇത് പഠിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിച്ചോളൂ. ലെറ്റ് ആർ ബി ആൻ ഈക്വലൻസ് റിലേഷൻ. ഈക്വലൻസ് റിലേഷന് മാത്രമേ എന്തുള്ളൂ? ഈക്വലൻസ് ക്ലാസ് ഉള്ളൂ. ലെറ്റ് ആർ ബി ആൻ ഈക്വലൻസ് റിലേഷൻ. ആർ എന്ന് പറഞ്ഞ ഒരു ഈക്വലൻസ് റിലേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ റിലേഷൻ ഇൻ എ സെറ്റ് എ. ആ റിലേഷൻ ഏത് സെറ്റ്? ഇൻ എ സെറ്റ് എ എന്ന്. അതായത് എയിൽ നിന്ന് എയിലേക്കാണ് റിലേഷൻ. അതായത് എ ക്രോസ് എയുടെ സബ്സെറ്റാണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞോടെ പിന്നെ ലെറ്റ് സ്മാൾ എ ബിലോങ്സ് ടു. സ്മാൾ എ എന്നുള്ളൊരു അംഗം ഈ എ എന്നുള്ള സെറ്റിൽ ഉണ്ടെന്നിരിക്കട്ടെ. സ്മാൾ എ എന്നുള്ള ഒരു അംഗം, ഒരു എലമെന്റ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടെന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ then the set of all elements of A. ഈ എയിലുള്ള കുറേ എലമെന്റുകൾ ഉണ്ടാവുമല്ലോ. ഈ എ എന്ന് പറഞ്ഞ സെറ്റിലെ കുറേ എലമെന്റുകൾ, അതിലെ എല്ലാ എലമെന്റും the set of all elements of A. ആ എ എന്നുള്ള സെറ്റിലെ എല്ലാ എലമെന്റിനും which are related to B. എങ്ങനെയുള്ള എലമെന്റ് ആയിരിക്കണം? എയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഏത് ആദ്യം പറഞ്ഞ ഈ എ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടല്ലോ എയിലുള്ള, അതുമായി ബന്ധപ്പെട്ടതായി. ഏതാ ബന്ധത്തിൽ പറയാൻ പറ്റില്ല. തന്നിരിക്കും കണക്കിൽ ഒരു റിലേഷൻ തന്നിരിക്കും. ആ റിലേഷൻ്റെ ഒരു ബന്ധം പറയും, ഒരു കണ്ടീഷൻ പറയും. ആ കണ്ടീഷൻ വഴി ബന്ധപ്പെട്ടിട്ടുണ്ട്. വിച്ച് ആർ റിലേറ്റഡ് ടു എ ഈസ് കാൾഡ്. അങ്ങനെയുള്ള ആ സെറ്റിനെ പറയാ ദ സെറ്റ് ഓഫ് ആൾ എലമെന്റ്സ്. സെറ്റിനെ പറയാ ദ സെറ്റ് ഓഫ് ആൾ എലമെന്റ്സിനെ പറയാ ഈസ് കാൾഡ് ദ ഈക്വലൻസ് ക്ലാസ്. ഈക്വലൻസ് ക്ലാസ് എന്ന് പറയും. കൃത്യമായി പറയാൻ വെച്ചാൽ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ എന്നോ ഈക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് എ എന്നോ പറയാം. എ ആയിട്ടാണ് ബന്ധം. എ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്യാപിറ്റൽ എയുടെ മറ്റ് എലമെന്റ്സിനെയൊക്കെ, അതിൻ്റെ സെറ്റിനെ, ആ എലമെന്റുകളുടെ സെറ്റിനെ എന്ത് പറയും? ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ ഓർ കണ്ടെയ്നിങ് എ എന്ന് പറയും. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ. ഡിനോട്ട് ചെയ്യും. എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഇതെങ്ങനെ എഴുതി? അതാണ് അർത്ഥം. ഇങ്ങനെ എഴുതിയ അർത്ഥം ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഈക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് എ എന്നാണ് അർത്ഥം.
അല്ലെങ്കിൽ നമുക്ക് റിലേറ്റഡ് ടു എന്നും പറയാം, മനസ്സിലാക്കാൻ വേണ്ടി റിലേറ്റഡ് ടു എന്നും പറയാം. ഈക്വലൻസ് ക്ലാസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, റിലേറ്റഡ് ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അപ്പോൾ ഈ ആശയമാണ് ഈ ഇതിൽ ഒതുക്കി വെച്ചിരിക്കുന്നു, ഈ നൊട്ടേഷനിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. ഈ സെറ്റിന് ഇതിൻ്റെ ഈ എന്താ പറയുക, മറ്റേ എന്ത് മെത്തേഡത്, സെറ്റ് ബിൽഡർ മെത്തേഡിൽ സെറ്റ് എഴുതുമ്പോൾ ഈ 3 ആശയങ്ങളിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഒതുക്കി നോക്കൂ. ഇതാ ഡിറ്റർമിനന്റ് ക്ലാസ് കണ്ടെയ്നിങ് എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്. അതൊരു സെറ്റാണ്, സെറ്റ് ഓഫ് ആൾ എക്സ് എന്ന് പറയും. സെറ്റ് ഓഫ് ആൾ എക്സ്, എക്സിൻ്റെ സെറ്റാണ്. എക്സ് എന്നുള്ള കുറേ അംഗങ്ങളുണ്ട്. ആ അംഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് 7 അംഗമാണ്. എക്സ് 7 അംഗമാണ്. ആദ്യത്തെ അത് 7 അംഗമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ? എക്സ് ഇസ് റിലേറ്റഡ് ടു എ, എക്സ് ഇസ് റിലേറ്റഡ് ടു എ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ആശയം അടുത്ത് നമ്മൾ ഈക്വലൻസ് ക്ലാസ്സിലെ ഒരു എക്സാമ്പിൾ നോക്കണം. അപ്പോൾ ആ എക്സാമ്പിൾ നമ്മൾ പഠിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ആ എക്സാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഈ ആദ്യത്തെ ആശയം ഈ വരി പഠിക്കണം. അതായത് ആർ ബി ആൻഡ് ഈക്വലൻസ് റിലേഷൻ ഇൻ എ സെറ്റ് എ കോമ ലെറ്റ് എ ഈക്വലൻസ് ടു എ. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഈ ആശയത്തിലേക്ക് വരും. അപ്പോൾ അത് ആദ്യം എഴുതിയിട്ട് നമുക്ക് ആ പ്രോബ്ലം എഴുതാം. ഈ വരിയും എഴുതിയതിന് ശേഷം നമുക്ക് ആ ഒരു പ്രോബ്ലം പഠിക്കാം. അപ്പോൾ ഈ ആശയം നമുക്ക് വ്യക്തമാകും. ഈക്വലൻറ്റ് ക്ലാസ്സിലെ പ്രോബ്ലംസാണ്. ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഈക്വലൻറ്റ് ക്ലാസ്സോടെ എഴുതിയിട്ടുണ്ട്. ഈക്വലൻറ്റ് ക്ലാസ് എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം, ചുരുക്കിയ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ വിശാലമായിട്ടുള്ളതല്ല, ചുരുക്കിയ രൂപം ഇവിടെ കൊടുത്തിരിക്കുന്നു. വാട്ട് ഈസ് ഈക്വലൻസ് ക്ലാസ് നമ്മൾ ചുരുക്കി കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. അതായത് ലെറ്റ് ആർ ബി ആൻഡ് ഈക്വലൻസ് റിലേഷൻ. ഇത് പ്രോബ്ലം അല്ല കേട്ടോ, ഇതാ സ്റ്റേറ്റ്മെൻറ്റിൽ ചുരുക്കിയത്. ലെറ്റ് ആർ ബി ആൻഡ് ഈക്വലൻസ് റിലേഷൻ ഇൻ എ സെറ്റ് എ. സെറ്റ് എയിലെ ഒരു ഈക്വലൻസ് റിലേഷനാണ് ആർ എന്നിരിക്കട്ടെ. ആൻഡ് സ്മോൾ എ ബിലോങ്സ് ടു എ. ഈ എ എന്ന് പറഞ്ഞ സെറ്റിൽ സ്മോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദെൻ ഇനി എന്താണ് ഈ ഈക്വലൻസ് ക്ലാസ് എന്ന് വ്യക്തമാക്കുകയാണ്. ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ ഓർ ഈക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് എ. രണ്ട് രീതിയിലും പറയാം, ഡിറ്റർമിൻഡ് ബൈ എന്നും പറയാം, കണ്ടെയ്നിങ് എ എന്ന് പറയാം. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ ഈക്വൽസ് ടു, ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഇങ്ങനെ എഴുതിയാൽ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ നിർണ്ണയിക്കുന്ന അതിൻ്റെ ഉള്ളിലെ അംഗങ്ങൾ, അതിനർത്ഥം ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എക്സ്. അതൊരു സെറ്റാണ്, കുറേ എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണ്. ഓർഡർഡ് പെയർ ഒന്നല്ല, എലമെൻറ്റ്സ് ആണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. എക്സ് എന്നുള്ളത് 7 അംഗങ്ങളാണ്. ഈ എ എന്ന് പറഞ്ഞ സെറ്റിലെ അംഗമായിരിക്കും എക്സ്. മാത്രമല്ല എക്സ് റിലേറ്റഡ് ടു എ, എക്സ് എയുമായി ബന്ധമുള്ളതായിരിക്കും. ഈ ബന്ധം എന്ന് പറയുന്നത് ഏത് റിലേഷനിലെ ഏത് ബന്ധം തന്നിരിക്കുന്ന ആ ബന്ധം. ഇപ്പോൾ ഇവിടെ റിലേഷനിൽ ബന്ധവും തന്നിട്ടില്ല, വേറൊരു പ്രോബ്ലത്തിൽ എപ്പോഴും ബന്ധം തരും, എല്ലായ്പ്പോഴും എന്തെങ്കിലും ബന്ധം തരും, എയും ബിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം തരും. അപ്പോൾ ആ ബന്ധം, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് എക്സ് വരണം, ബിയുടെ സ്ഥാനത്ത് എ വരണം. നമ്മൾ മുമ്പ് പറഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി എപ്പോഴും ഓർക്കണം എന്ന് തോന്നുന്നു. എ റിലേറ്റഡ് ബി എന്ന് പറഞ്ഞാൽ അത് എയിൽ നിന്ന് ബി റിലേറ്റഡ് ആണെന്ന് അർത്ഥം. എയുമായി ബി റിലേറ്റഡ് ആണ്. അപ്പോൾ എയുടെ ഭാഗം ഇടതുവശം, ബിയുടെ ഭാഗം വലതുവശം. ഇവിടെ എക്സ് റിലേറ്റഡ് ടു എ, ഇതിന് പ്രത്യേക നിബന്ധന പറഞ്ഞത് എക്സ് റിലേറ്റഡ് ടു എ. അതായത് എക്സ് എയുടെ അംഗമാണ്, എയും എയുടെ അംഗമാണ്. എക്സ് റിലേറ്റഡ് എയും ആയി ബന്ധപ്പെട്ട അംഗങ്ങൾ മാത്രമേ ഇതിൽ പാടൂ എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിനി പ്രോബ്ലം വരുമ്പോൾ കൂടുതൽ വ്യക്തത കിട്ടും. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. എക്സാമ്പിൾ, ലെറ്റ് ആർ ബി ആൻ ഈക്വലൻസ് റിലേഷൻ. എപ്പോഴും ഈക്വലൻസ് റിലേഷനിൽ മാത്രമേ ഈക്വലൻസ് ക്ലാസ് ഉണ്ടാവൂ. ഈക്വലൻസ് ക്ലാസ് ഉണ്ടാകണമെങ്കിൽ ഈക്വലൻസ് റിലേഷൻ ആയിരിക്കണം അത്. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്തെല്ലാം ഈക്വലൻസ് റിലേഷൻ? ലെറ്റ് ആർ ബി ആൻ ഈക്വലൻസ് റിലേഷൻ. അതായത് എന്തായിരിക്കണം? അത് റിഫ്ലക്സീവ് ആയിരിക്കണം, പിന്നെ എന്താ പറയുക, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയുള്ള ഈക്വേഷൻ ഈക്വലൻസ് റിലേഷൻ പറയും. അപ്പോൾ അങ്ങനത്തെ ഈക്വലൻസ് റിലേഷനാണ് ആർ എന്ന് പറയുന്നത്. ഓൺ ദ സെറ്റ് എ എന്നുള്ള സെറ്റ്, അതായത് എ ക്രോസ് എയുടെ സബ്സെറ്റാണ് എന്നർത്ഥം. അപ്പോൾ ഓൺ ദ സെറ്റ് എ എന്ന് പറഞ്ഞാൽ ആ സെറ്റ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു
0 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റാണ്. അപ്പോൾ അതാണ് എ. അപ്പോൾ ഗിവൺ ബൈ, ഇനിയാണ് എന്ത് പറയുക, റിലേഷൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ പറയുക. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതാ തന്നിട്ടുണ്ട്, നോക്കൂ. ആർ ഈക്വൽ ടു, ഈ കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, വേറൊരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എ ബി, ആൾ ഓർഡേഡ് പെയർ എ ബി, എ ആദ്യം വരുന്നത് ബി ആദ്യം വരുന്നുള്ള എല്ലാ അംഗത്തിൻ്റെയും സെറ്റാണെന്നാണ് പറയുന്നത്. സച്ച് ദാറ്റ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി, എ മൈനസ് ബി എന്നുള്ള സംഖ്യയിൽ ആദ്യത്തെ അംഗത്തിൽ നിന്ന് രണ്ടാമത് കുറയ്ക്കുന്നതാണ്. ആദ്യത്തെ അംഗത്തിൽ രണ്ടാമത് കുറച്ച് എ മൈനസ് ബി കിട്ടും. ആ എ മൈനസ് ബിയിലെ 2 ഹരിച്ചു പോകും, അതാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ്, ഇതിനെന്താ പറയുക, ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ അല്ല 0 എന്ന് പറയും. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 0 കണ്ടുപിടിക്കണം, അതൊരു സെറ്റ് ആയിരിക്കുമല്ലോ. അതേമാതിരി ആൻഡ് ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 1 കാണാം. ഇതാണ് പ്രോബ്ലം. ഞാൻ പ്രോബ്ലം എങ്ങനെ ചെയ്യും നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ സൊല്യൂഷൻ എഴുതി വെച്ചു. എന്നിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏത് സെറ്റിനെ സംബന്ധിച്ച് റിലേഷനെ സംബന്ധിച്ച് ഏത് കണക്കുകൾ ചെയ്യുമ്പോഴും ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണ് റിലേഷൻ എന്ന് നോക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഓൺ ദ സെറ്റ് എ ആണ്. അപ്പോൾ ഓൺ ദ സെറ്റ് എ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്കാണെന്ന് അർത്ഥം. അപ്പോൾ എയിൽ നിന്ന് എയിലേക്കാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എഴുതി എന്ത്, ഈ റിലേഷൻ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതവിടെ എഴുതി നോക്കൂ. ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അത് എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് 0 1 2 3 ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഇത് കൊടുത്തു. അപ്പോൾ എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, സെറ്റ് ഓഫ് 0 1 2 3 ക്രോസ് സെറ്റ് ഓഫ് 0 1 2 3 കിട്ടി. അതാണ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിലെ അംഗങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൽ 4 × 4 16 അംഗങ്ങൾ മുഴുവൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടി അതവിടെ എഴുതി വെച്ചു. എ ക്രോസ് എയുടെ അംഗങ്ങൾ, ഈ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ ആർ. എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയാൽ മാത്രം മതിയോ, പോരല്ലോ. അതിന് പുറമെ എന്ത് വേണം, ഈ സ്റ്റേറ്റ്മെന്റ് പാലിക്കും കൂടെ വേണം. അപ്പോൾ ഒരേ സമയത്ത് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആവും വേണം, ഈ സ്റ്റേറ്റ്മെന്റ് റിലേഷനെ സംബന്ധിച്ച 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പാലിക്കും വേണം. അങ്ങനെയുള്ള അംഗങ്ങൾ ഏതിൽ വരും, റിലേഷനിൽ വരും. ഈ റിലേഷനിൽ വരുന്നത് അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ റിലേഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഞാൻ എഴുതിയിട്ടില്ല, ഒരു സ്ഥലം പരിമിതിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെ അംഗങ്ങൾ വരും നോക്കുക. ആറില് ഇതാ നോക്കൂ, ഇതിലുള്ളതായിരിക്കണം ഈ നിബന്ധന പാലിക്കുന്ന 0 0. നോക്കൂ 0 0 വരുമോ, 0 ഇതിലാണ്, 0 ഇതിലുണ്ട്. അപ്പോൾ 0 0 വരാം, എ ക്രോസ് എയുടെ അംഗമാണ്. 0 0 വന്ന ഈ നിബന്ധന പാലിക്കും. എ മൈനസ് ബി ഇതിൽ 2 അരിച്ചു പോകും. 0 മൈനസ് 0 എ മൈനസ് ബി, എ മൈനസ് ബി 0 മൈനസ് 0 ഈക്വൽ ടു 0. ആ 0 2 അരിച്ചു പോകും. 0/2 എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പോൾ ഓക്കെ, അത് അംഗമാണ്. അപ്പോൾ 0 0 എടുക്കാം. അത് ആദ്യമായി എടുത്തു. 0 0 എന്നുള്ള ഓർഡേഡ് പെയറിനെ ഏതിലെടുത്തു, റിലേഷനിലെടുത്തു. ഇനി അടുത്തത് 0 1 പറ്റുമോ, 0 1 പറ്റില്ലല്ലോ. 0 മൈനസ് 1 എ മൈനസ് ബി, 0 മൈനസ് 1 പറഞ്ഞാൽ -1, -1 2 അരിച്ചു പോകില്ല. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ പിന്നെ പറ്റുന്ന ഏതാവും, 0 2 പറ്റും. 0 2 അതാ നോക്കൂ, 0 2 0 മൈനസ് 2 0 മൈനസ് 2 0 മൈനസ് 2 എന്നാൽ -2 2 അരിച്ചു പോകും. -2/2 = -1. അപ്പൊ അങ്ങനെയുള്ള ഈ കണ്ടീഷൻ പാലിക്കുന്ന അംഗങ്ങൾ 8 എണ്ണമാണ്. 1 2 3 4 5 6 7 8 16 അംഗം ഉണ്ടെങ്കിൽ, പക്ഷേ അതിൽ 4 അംഗത്തിന് മാത്രമേ ഈ കണ്ടീഷൻ പാലിക്കുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ അംഗങ്ങൾ ഇവിടെ എടുത്ത് എഴുതി. അപ്പോൾ എയും ബി ആയിട്ട് വരുന്ന ആ എയും ബി ഒക്കെ എ 0 0 0 2 1 1 അതാണ് എഴുതിയിരിക്കുന്ന സെറ്റ്. ഇതാണ് റിലേഷൻ. ഈ റിലേഷൻ ഇതാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഇതാണ് എന്നർത്ഥം. ആ റിലേഷൻ അവിടെ എഴുതി. ഇനി എന്താ തീരുമാനിക്കേണ്ടത്? ഇനി തീരുമാനിക്കേണ്ടത് ഇതാണ്. എന്താണ്? ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എ അല്ല 0. അതാ ചോദിച്ചിരിക്കുന്നത്. ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 0. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 0 എന്ന് അവിടെ എഴുതി വെച്ചു. അതിനൊരു അണ്ടർലൈൻ ഇട്ടു. അതിന് അത് എങ്ങനെ കാണുന്നത് അതിന് താഴെ എഴുതി. എങ്ങനെ കാണുക? അതായത് ഈ റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? XRA ഇതാണ് റിലേഷന്റെ ഈ പിന്നെ ഇതിന്റെ എന്താ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എയുടെ നിർവചനം എന്താണ്? ഇങ്ങനെ എ കാണണമെങ്കിൽ ഇതിന്റെ എയുടെ ഇതാണ് കാണുന്നത്, ഈക്വലന്റ് ക്ലാസ്സാണ് കാണുന്നത്. എ കണ്ടെയ്ൻ ചെയ്യുന്ന ഈക്വലന്റ് ക്ലാസ്സാണ് കാണുന്നത്. XRA വേണം.
എക്സ് ആർ എ. അപ്പൊ എക്സ് ആർ എ കൂടെ എഴുതി. എക്സ് ആർ എന്ന് എക്സിന് മാറ്റം വരുത്താൻ പറ്റില്ല. എക്സ് എയിലെ ഏത് അംഗമാണ്? 6 ഒരു പ്രത്യേക അംഗേ പറ്റൂ. 0 എയുടെ സ്ഥാനത്ത് 0 ആണല്ലോ. ഏതെന്നുള്ള സ്ഥാനത്ത് ഇതുണ്ട്. ഇത് ഏതെന്നുള്ള സ്ഥാനത്ത് ഇവിടെ 0 ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 0 എന്ന് പറയുമ്പോൾ എയുടെ സ്ഥാനത്ത് 0 കൊടുത്തു. അപ്പൊ എക്സ് ആർ 0 കിട്ടി. അപ്പൊ എക്സ് ആർ 0 ആകുമ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ അത് 2 ഡിവൈഡ്സ് എ മൈനസ് ബി പറഞ്ഞു. അപ്പൊ 2 ഡിവൈഡ്സ് എക്സ് മൈനസ് 0 വരും. 2 ഡിവൈഡ്സ് എക്സ് മൈനസ് 0. ഓക്കെ. എന്നിട്ട് ഇവിടെ കോളത്തിലിട്ടു എക്സ് ആർ എഴുതി. എക്സിന്റെ എയുടെ സ്ഥാനത്ത് 0 കൊടുത്തു. അപ്പൊ എക്സ് ആർ 0 കിട്ടി. ഓക്കെ. 2 ഡിവൈഡ്സ് എക്സ് മൈനസ് 0 അതും എഴുതി. അപ്പോൾ ഈ വലതുവശത്ത് 0 തന്നെ ആയിരിക്കണം. ഉത്തര ഭാഗം വലതുവശത്ത് 0 തന്നെ ആയിരിക്കണം. കാരണം അതാണ് ഡിറ്റർമിൻ ചെയ്യണം. 0ന് ഡിറ്റർമിൻ. അതിൽ ഏത് അംഗങ്ങൾ വരും? 0 0 വരും. 0 0 നിന്ന് 0 കുറച്ചാൽ 0 അതിൽ 2 അരിച്ചു പോകും. അതേപോലെ 2ൽ നിന്ന് 0 കുറച്ചാൽ 2 അതിലും 2 അരിച്ചു പോകും. അത്രയും അംഗങ്ങളെ പറ്റും. വലതുവശത്ത് 0 വരുന്ന 0 വലതുവശത്ത് വരുന്ന ഒരു അംഗം ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും അംഗം ഉണ്ടോ നോക്കൂ. ഇത് 0 വരും. പക്ഷെ 1 മൈനസ് 0 1 വരെ. അപ്പൊ ആ അംഗം വരില്ല. അപ്പൊ വലതുവശത്ത് 0 ഉള്ളത് മാത്രം നോക്കിയാൽ മതി. ഇത് വരുമോ? ഇത് വരുമല്ലോ. 2 മൈനസ് 0 2 വരും. അതിൽ 2 അരിച്ചു. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ ഏതംഗങ്ങളെ വരും? 0 0 2 0 വരും. അങ്ങനെ എഴുതിയിട്ട് അതിലെ എക്സ് അംഗങ്ങളെ പറയുന്ന സെറ്റാണ്. പറഞ്ഞല്ലോ സെറ്റ് ഓഫ് എക്സ് ആണ്. ഇതിൽ എക്സ് അംഗങ്ങളെ ബാധിക്കുന്ന സെറ്റാണ് എന്ത്? ഈ ഈക്വലന്റ് ക്ലാസ്. മനസ്സിലായോ? അപ്പൊ ഈ അംഗങ്ങളെ മാത്രമേ ഉള്ളൂ. 2 0 2 എന്നുള്ള അംഗങ്ങളുടെ സെറ്റായിരിക്കും. അപ്പൊ 0 2 എന്നുള്ളത് ഇതെന്ന് പറഞ്ഞാൽ അതായത് ഈക്വലന്റ് ക്ലാസ് ഡിറ്റർമിൻ ബൈ 0 എന്ന് പറയുന്നത് ഈക്വൽ ടു സെറ്റ് ഓഫ് 0 2. ദാറ്റ്സ് ആൻസർ കഴിഞ്ഞു. ഇനി അടുത്തത് ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻ ബൈ എയുടെ സ്ഥാനത്ത് 1 വന്നാൽ അപ്പോൾ അത് എഴുതി ഇതേ ക്രമത്തിൽ തന്നെ ചെയ്യാം. ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻ ബൈ 1 എഴുതുക. ആ സിമ്പിൾ എടുത്ത് എഴുതി അതിനെ അണ്ടർലൈൻ ചെയ്യും. അതിന് ചോട്ടിൽ കണക്ക് എഴുതി. അത് എക്സ് ആർ എന്തായിരിക്കും? എക്സ് ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആർ 1 വരും. എയുടെ സ്ഥാനത്ത് 1 വരും. എക്സ് ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആർ 1 വരും. അതായത് 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡ്സ് എക്സ് മൈനസ് 1 വരും. അപ്പൊ 2 ഡിവൈഡ്സ് എക്സ് മൈനസ് 1 വന്നു. ഇനി എക്സ് മൈനസ് 1 ഇവിടെ ചെയ്തിട്ടുണ്ട്. നോക്കൂ. എക്സ് ആർ 1 എഴുതി. എക്സ് ആർ 1 ഓക്കെ. എക്സിന്റെ സ്ഥാനത്ത് അല്ല എയുടെ സ്ഥാനത്ത് 6 ഉണ്ട്. അപ്പൊ 2 ഡിവൈഡ്സ് എക്സ് മൈനസ് 1 വന്നു. വലതുവശത്ത് 1 വരണം. ആ രീതിയിൽ ഇവിടുത്തെ എലമെന്റ് എടുക്കണം. വലതുവശത്ത് 1 വരുന്ന എലമെന്റ് നോക്കൂ. ഇതാ ഒരു എലമെന്റ്. ഇത് 0 മൈനസ് 1 മൈനസ് 1 വരെ 2 പരിച്ചു പോയില്ല. ഇനി അടുത്ത 1 ഉള്ളത് നോക്കൂ. വലതുവശത്ത് 1 ഉണ്ട്. ഇതാ 1 1 വരും. അപ്പൊ 1 1 എടുക്കാലോ. 1 1 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പൊ അത് കിട്ടും. പിന്നെ 1 ആണ് വലതുവശത്ത് വരുന്നത്. 2 1 നോക്കൂ. 2 1 വലതുവശത്ത് വരും. പക്ഷെ എടുക്കാൻ പറ്റില്ല. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 വരെ. അപ്പൊ എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത് വരുന്നതാ. പിന്നെ വലതുവശത്ത് വരുന്നത് ഇത് 3 1. അപ്പൊ ഈ 1 എടുക്കാം. 3 1 എടുക്കാം. ഈ എലമെന്റ് എടുക്കാം. 3 1. അപ്പൊ എക്സ് ഇത് എ. അപ്പോൾ 3 മൈനസ് 1 2 കിട്ടും. 2ൽ 2 അരിച്ചു. അപ്പൊ 2 എലമെന്റ് മാത്രമേ എക്സ് എലമെന്റ് ആയിട്ട് പറ്റൂ. ആ എലമെന്റിന്റെ സെറ്റ് ഇവിടെ എഴുതും 1 3. ഈ 1ന്റെയും 3ന്റെയും എക്സ് അംഗങ്ങളുടെ സെറ്റായിരുന്നു. ഇതിലെ എക്സ് അംഗങ്ങളുടെ സെറ്റായത് 1 3. ആ സെറ്റിനോട് എടുത്തത് 1 3 അടുത്ത സെറ്റ് കിട്ടി. ഇതാണ് ഇതിന്റെ ചുരുങ്ങിയ രീതിയിലുള്ള വിസ്താരം. ഇനി അടുത്ത പ്രോബ്ലങ്ങളിൽ പിന്നെ അതേപോലെ അടുത്ത ഒരു അതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ഈക്വലന്റ് ക്ലാസ്സിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈക്വലന്റ് ക്ലാസ്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതാനും പ്രോപ്പർട്ടീസ് നോക്കാം. ഈക്വലൻസ് ക്ലാസസിൻ്റെ പ്രോപ്പർട്ടീസ്. ഈക്വലന്റ് ക്ലാസസിൻ്റെ പ്രോപ്പർട്ടീസ് അതിപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ആ പ്രോപ്പർട്ടി നോക്കിയിട്ട് അത് എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ ആ ഉദാഹരണം ഒരു ചെറിയ ഉദാഹരണം പറയാം. ആ ഉദാഹരണം ഉപയോഗിച്ച് മറ്റെല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ആദ്യം നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം ഇവിടെ എഴുതി വെച്ചു. അതായത് ലെറ്റ് ആർ ബി ആൻ ഈക്വലൻസ് റിലേഷൻ ആണ് ആർ എന്നിരിക്കട്ടെ ഓൺ ദ സെറ്റ് എ. ഇത് നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം എ ഈക്വൽ ടു 0 1 2 3 ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കുള്ള റിലേഷനാണ്. അപ്പോൾ ഈ ഇതിൻ്റെ പിന്നെ സബ്സെറ്റ് ആവും. അങ്ങനെ ഒരു റിലേഷനാണ്. അതിൻ്റെ റിലേഷനെ സൂചിപ്പിക്കുന്ന പ്രധാന കണ്ടീഷനും പറഞ്ഞു. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡർ പെയർ എ ബി സച്ച് ദാറ്റ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി. മുമ്പ് ചെയ്താൽ
അതായത് ആദ്യത്തെ അംഗത്തിൽ നിന്ന് രണ്ടാമത്തെ അംഗം കുറച്ചാൽ അതിൽ 2 ഹരിച്ചു പോകും. ആ കുറച്ച് കിട്ടുന്ന സംഖ്യയിൽ 2 ഹരിച്ചു പോകും എന്നുള്ള ആ പ്രസ്താവനയും പറഞ്ഞു. അപ്പോൾ ഇത് ഈക്വലൻസ് ക്ലാസ്സാണ് നമ്മൾ നിശ്ചയിച്ചതാണ് മുമ്പ്. ആ ഈക്വലൻസ് ക്ലാസ്സാണ് കിട്ടി. അതിൽ ഇത് കണ്ടു നമ്മൾ, ദ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻ ബൈ 0യും ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻ ബൈ 1 കണ്ടു കഴിഞ്ഞ ആ പ്രോബ്ലത്തിൽ. അപ്പോൾ അതിന് നമ്മൾ ഇത് സീറോനെ സൂചിപ്പിക്കാൻ വേണ്ടി A0 എന്ന് എഴുതി. ഡിറ്റർമിനൻറ്റ് ക്ലാസ് ഒബ്റ്റെയിൻ ഈക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻ ബൈ 0 എന്നുള്ള ആ പദത്തെ സൂചിപ്പിക്കാൻ A0 എന്നുള്ള ഉപയോഗിച്ചു. പലയിടത്തും ഉപയോഗിക്കാൻ അതാണ് എളുപ്പം. മറ്റേനെ A1 ഉപയോഗിച്ചു. ഇത് A1 ആണ്, ഇത് A0. ഇത് ഈക്വൽ ടു ഈ 2 സെറ്റാണ് കിട്ടി, 0 2 ആണ് ആദ്യത്തെ സെറ്റ് കിട്ടിയത്. രണ്ടാമത്തത് സെറ്റ് ഓഫ് 1 3 കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ആ റിസൾട്ട് ഇവിടെ എഴുതി വെച്ചു. ഓക്കെ. എന്നിട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് A0 ആൻഡ് A1. A1ൻ്റെയും A0ൻ്റെയും 3 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. എല്ലാത്തിനും ബാധകം, എല്ലാ കണക്കുകളിലും ഇത് ബാധകം. ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ 2 A1ഉം A0ഉം A3 എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെല്ലാം ബാധകമാണ് ഈ പ്രോപ്പർട്ടീസ്. അപ്പോൾ അത് ഈ 2 പ്രോപ്പർട്ടി പഠിക്കുന്നതിലൂടെ മറ്റെല്ലാത്തിനും ആ പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് A0 ആൻഡ് A1 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി, ആൾ എലമെന്റ്സ് ഇൻ എൻ ഈക്വലൻസ് ക്ലാസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഒരു ഈക്വലൻസ് ക്ലാസ്സിലുള്ള ആൾ എലമെന്റ്സ്, എല്ലാ എലമെന്റ്സും ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഏതാ റിലേഷൻ? ഇതിൽ പറഞ്ഞ റിലേഷൻ ഇതാണ് നമ്മുടെ റിലേഷൻ. 2 ഡിവൈഡ്സ് A - B, അതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഈക്വലൻറ്റ് ക്ലാസ്സിലുള്ള എല്ലാ എലമെന്റ്സും, ആൾ എലമെന്റ്സ്, ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും, ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. എന്താ ബന്ധം? ഈ ബന്ധം 2 ഡിവൈഡ്സ് A - B എന്നുള്ള ബന്ധം ഉണ്ടായിരിക്കും. നോക്കൂ, ബന്ധം ഉണ്ടോ നോക്കൂ. 0R2 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 0R2 എന്ന് പറഞ്ഞാൽ 0 റിലേറ്റഡ് ടു 2. 0 റിലേറ്റഡ് ടു. ഇവിടെ എന്താ റിലേഷൻ? 2 ഡിവൈഡ്സ് A - B. A ഇത്, B ഇത്. അപ്പോൾ 2 ഡിവൈഡ്സ് 0 - 2. A - B. 0 - 2. 0 - 2. 2 ഡിവൈഡ്സ് 0 - 2. 2 ഡിവൈഡ്സ് 0 - 2 ശരിയാണോ? 0 - 2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? -2. അതിൽ 2 അരിച്ചു പോവില്ലേ? 2 അരിച്ചു പോകുമല്ലോ. അപ്പോൾ 2 ഡിവൈഡ്സ് 0 - 2 എന്നുള്ളത് ശരിയാണ്. ഇത് തിരിച്ചിട്ടാലും ശരിയാണ്. ആൻഡ് ഇത് തിരിച്ചിട്ടു, 2 പടി 0 അവിടെ ഇട്ടു. ഇതാ 2 0 2. ഇങ്ങനെ പറഞ്ഞാലും ശരിയാണ്. 2 - 0. 2 ഡിവൈഡ്സ് 2 - 0. 2 ഡിവൈഡ്സ് ഇതേ തന്നെ 2 - 0. 2 - 0 അതിൽ 2 അരിച്ചു പോകുമല്ലോ. മനസ്സിലായി? അപ്പോൾ ഒരു ഈക്വലൻസ് ക്ലാസ്സിലെ എല്ലാ അംഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് കാണിച്ചത്. അടുത്ത ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതിലെ എലമെന്റ്സ് പരസ്പരം ബന്ധപ്പെട്ടുണ്ടോ നോക്കൂ. A1ലെ അംഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? A1 ഈക്വൽ ടു ഇതാണല്ലോ സെറ്റ്, A1 ഈക്വൽ ടു ഇതാണല്ലോ സെറ്റ്, A1 ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞു. ദെൻ 1 R3 കണ്ടു. 1 ഈസ് റിലേറ്റഡ് ടു 3. അപ്പോൾ 1 - 3 എന്തായിരിക്കണം? 2 ഡിവൈഡ്സ് 1/3 1 - 3 ആയിരിക്കണം. ഇതാണല്ലോ റിലേഷൻ. ഇതാണ് റിലേഷനെ സൂചിപ്പിക്കുന്ന ടേം അല്ല ക്ലോസ്. അപ്പോൾ 2 ഡിവൈഡ്സ് 1 - 3. 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ് വരിക. -2 2 അരിച്ചു പോകുമല്ലോ. അപ്പോൾ അത് അരിച്ചു പോകും. അതേപോലെ തിരിച്ചിട്ടു. 3 1 3 ഇവിടെ ഇട്ടു, 1 ഇവിടെ ഇട്ടു. അപ്പോൾ 3 R1 വന്നു. ഇങ്ങനെ വരുമ്പോൾ ഇത് റിലേറ്റഡ് ആണല്ലോ. 2 ഡിവൈഡ്സ് 3 - 1. 2 ഡിവൈഡ്സ് 3 - 1 അല്ലേ? 3ൽ നിന്ന് 1 കുറച്ചാൽ 2 അല്ലേ കിട്ടുന്നത്? 2ൽ 2 അരിച്ചു പോകുമല്ലോ. അപ്പോൾ അതിനർത്ഥം ഒരു ഈക്വലൻസ് ക്ലാസ്സിലുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സിലുള്ള ആ ക്ലാസ്സിലെ എല്ലാ എലമെന്റ്സും, ഇതാണ് ഒരു ക്ലാസ് ഇതാണ്. ഇങ്ങനെ നമ്മൾ കാണിച്ച് ഇതിനെ പേസ് നമ്മൾ പേര് തരും. ഇങ്ങനെ ഒരു ക്ലാസ് ഒരു സെറ്റ് അവർ അതിലുള്ള എല്ലാ എലമെന്റ്സും ഏത് റിലേഷൻ ഏത് റിലേഷനിലാണോ ഉണ്ടായിട്ടുള്ളത് ആ റിലേഷൻ വെച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ പോയിന്റ്, നോ എലമെന്റ് ഇൻ A0 ഈസ് റിലേറ്റഡ് ടു A1. ഒരിക്കലും ഒരു ഈക്വലൻസ് ക്ലാസ്സിലുള്ള എലമെന്റ് അതേ സെറ്റിലെ അതേ റിലേഷനിലെ വേറൊരു ഈക്വലൻസ് ക്ലാസ്സുമായി ബന്ധം ഉണ്ടാവില്ല, ഒരു രീതിയിലും ബന്ധപ്പെടില്ല. നോക്കൂ, നോ എലമെന്റ് ഇൻ A0 ഉള്ള ഒരു എലമെന്റും ഈസ് റിലേറ്റഡ് ടു A1.
A1-ലെ എലമെൻറ്റ് റിലേറ്റഡ് ടു എലമെൻ്റ് അല്ല, റിലേറ്റഡ് ടു എനി എലമെൻറ്റ്, എനി element of A1. No element in A0 is related to any element of A1. ബന്ധം കാണിക്കില്ല. ഉദാഹരണം ഇപ്പോൾ ഇത് ഇതിലെ എലമെൻറ്റാ A0 എലമെൻ്റാണ് 0 ബിലോങ്സ് ടു എ അല്ലേ? ഇതാണ് A0. 0 എന്ന് പറഞ്ഞാൽ A0-ലെ എലമെൻ്റാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 0 ബിലോങ്സ് ടു എ ആൻഡ് 3 ബിലോങ്സ് ടു A1. 3 എന്ന് പറയുന്നത് A1-ലെ എലമെൻ്റാണ്. 3 എന്നുള്ള എലമെൻറ്റ് A1-ലെ എലമെൻ്റ്. അപ്പോൾ 3 ബിലോങ്സ് ടു A1 എന്ന് പറയും. ഇത് രണ്ടും ആണല്ലോ. ഇത് തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്താ ബന്ധം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2 ഡിവൈഡ്സ് A മൈനസ് B. ആ ബന്ധം ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ഉദാഹരണത്തോടെ നമുക്ക് സ്ഥാപിക്കാം. അതായത് 2 ഒരിക്കലും അരിച്ചു പോവില്ല. എന്തിന്? 0 3 പരസ്പരം ബന്ധപ്പെട്ടാൽ 0 R3 ഉണ്ടാവില്ല എന്നർത്ഥം. 0 മൈനസ് 3 എന്താ കിട്ടുക? -3 കിട്ടുക. 0 എന്ന് 3 കുറച്ചാൽ -3 കിട്ടും. -3 2 അരിച്ചു പോവില്ല. അപ്പോൾ അതിനർത്ഥം ഏതെങ്കിലും ഒരു ഈക്വലൻസ് ക്ലാസ്സിൽ മറ്റൊരു ഈക്വലൻസ് ക്ലാസ്സുമായിട്ട് ബന്ധം ഉണ്ടാവില്ല എന്നർത്ഥം. മറ്റ് ഈക്വലൻസ് ക്ലാസ്സിലെ എലമെൻറ്റ്സുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ അതിലൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അത് രണ്ടും ഈക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. അതാണ് രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തത് A0 യൂണിയൻ A0 A1 ഈക്വൽ ടു, അതായത് ഈ രണ്ട് സെറ്റുകളാണോ? ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ A0 യൂണിയൻ A1 എന്ന് പറഞ്ഞാൽ A ആയിരിക്കും. ഇത് രണ്ടിൻ്റെ യൂണിയൻ കിട്ടിയാൽ A കിട്ടും. 0 2 1 3യുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ 0 2 1 3 ആയിരിക്കും. 0 2 1 3 0 1 2 3 എന്ന് പറയാമല്ലോ. ആയിരിക്കും സ്വാഭാവികം. A0 യൂണിയൻ A1 ഈക്വൽ ടു A ആയിരിക്കും. എക്സാമ്പിൾ A0 എന്ന് പറഞ്ഞാൽ ഇതാണ്. A0 എന്ന് പറഞ്ഞാൽ ഇതാണ്. A0 ഈക്വൽ ടു ഇത്. ആൻഡ് A1 എന്ന് പറഞ്ഞാൽ 1 3 ആണ്. A1 ഈക്വൽ ടു സെറ്റ് 1 3. അപ്പോൾ A0 യൂണിയൻ A1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം? A0 യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് യൂണിയൻ ഈ സെറ്റ് ആയിരിക്കണം. ഇതിൻ്റെ യൂണിയൻ എന്തായിരിക്കും? 0 2 1 3 ഏത് ക്രമത്തിലും എഴുതാം. 0 1 2 3 ആയിരിക്കും. അത് ഏതല്ലേ? ഈ 3 പ്രോപ്പർട്ടി ഈക്വലൻറ്റ് ക്ലാസ്സിൽ ഉള്ളതാണ്. ഈക്വലൻറ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടിയെക്കുറിച്ച് കുറേ പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നമ്മൾ ഈ +2-ലെ ഒരു ചെറിയ പരാമർശം മാത്രമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചില കണക്കുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. താങ്ക് യു.